ഈ ഇടയ്ക്ക് ഞാൻ ഒരു പേഷ്യന്റിനെ കാണുകയുണ്ടായി. ആ പേഷ്യന്റ് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ ഫ്രണ്ടിന് സ്മൈൽ ഡിസൈനിങ് വന്നിട്ട് ഒറ്റ സിറ്റിങ്ങിൽ തന്നെ വേറെ ഡോക്ടർ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. എനിക്ക് അതേപോലെ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ സ്മൈൽ ഡിസൈനിങ് ചെയ്യാൻ പറ്റുമോ എന്ന് പേഷ്യന്റ് ചോദിച്ചായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ആൾക്കാർക്കും സ്മൈൽ ഡിസൈനിങ് ഒരേപോലെ അല്ല ചെയ്യുന്നത്. സ്മൈൽ ഡിസൈനിങ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഫേസിന്റെ ഘടന, നിങ്ങളുടെ ഫേസ് എങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ ഫേസിന്റെ സൈസ് എങ്ങനെയാണ്, സ്ക്വയർ ഷേപ്പ് ഫേസ് ആണോ, അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ഫേസ് ആണോ, അല്ല റൗണ്ട് ഫേസ് ആണോ എന്നുള്ള കാര്യം നോക്കണം. രണ്ടാമതായിട്ട് നിങ്ങളുടെ പല്ലിന്റെ കാര്യം, അതായത് മാക്രോ എസ്തെറ്റിക്സ്, പല്ലിന്റെ ഘടന. ചില പല്ല് സ്ട്രെയിറ്റ് ആയിട്ടും ഉള്ളതായിരിക്കും, ചില പല്ല് റൗണ്ടഡ് ആയിട്ടുള്ളതായിരിക്കും, ചില പല്ല് വളരെ നേർത്തതും ചുരുങ്ങിയതുമായിരിക്കും. മൂന്നാമതായിട്ട് പല്ലിന്റെ അലൈൻമെന്റ്. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്താലാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ സ്മൈൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ചില ആൾക്കാർ പറ്റിയ പല്ലുകൾ കറക്റ്റ് ആക്കിയാൽ തന്നെ ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ സ്മൈൽ ഇമ്പ്രൂവ് ആവുന്ന കണ്ടിട്ടുണ്ട്. ചില പേഷ്യൻസിന് വന്നിട്ട് നമ്മൾ അവരുടെ ഫേസിനെയും കൂടെ ചില കറക്ഷൻസ് ചെയ്താൽ, പേഷ്യൻസിനാണെങ്കിൽ അവരുടെ പല്ലുകളുടെ സൈസ് ചെറുതായിരിക്കാം, അല്ലെങ്കിൽ പല്ലുകളുടെ ഇടയിൽ വിടവുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ വെനീർസോ ക്രൗണുകളോ ബ്രിഡ്ജുകളോ ഒക്കെ ചെയ്ത് വേണം ഈ സ്മൈൽ ഡിസൈനിങ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ പല പേഷ്യൻസിനും സ്മൈൽ ഡിസൈനിങ് പല രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാ ആൾക്കാർക്കും ഒരേ രീതിയിൽ തന്നെ നമുക്ക് സ്മൈൽ ഡിസൈനിങ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. അപ്പം സ്മൈൽ ഡിസൈനിങ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ട് ഉണ്ടാവും.